മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തർക്കെല്ലാം കഷ്ടകാലമാണെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ ശിവശങ്കർ വലിയ വിശ്വസ്തനായിരുന്നു, അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾ നാം കണ്ടതാണ്. ഇപ്പോൾ കെ എബ്രഹാം മുൻ ചീഫ് സെക്രട്ടറിയാണ്, വലിയ അഴിമതി ആരോപണമാണ്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അവർ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഗതികേട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസി, അതല്ലെങ്കിൽ അതിൻ്റെ മികവിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഒന്നാം പിണറായി സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി സർക്കാരിനെ നയിച്ച സമയത്ത് നമുക്കെല്ലാവർക്കും ലജ്ജാകരമായൊരു അവസ്ഥയാണ്. നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മറ്റുള്ള സംസ്ഥാനക്കാരുടെ ചോദ്യങ്ങൾക്ക് പോലും നമ്മുടെ തല കുനിഞ്ഞു പോകുമായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സ്വപ്ന സുരേഷ്. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുഴുവൻ നിയന്ത്രണവും ശിവശങ്കറിൻ്റെ കയ്യിലായിരുന്നു. അതെ. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും ഈ മുഴുവൻ നിയന്ത്രണം കെ എം എബ്രഹാമിൻ്റെ കയ്യിലേക്ക് പോയി. മാത്രവുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ കടക്കെണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശ്രീലങ്കയേക്കാൾ വലിയ ഒരു ഗതികേടിലേക്ക്, മുൻപ് ശ്രീലങ്ക പെട്ട കടക്കണിയേക്കാൾ വലിയൊരു കടക്കണിയുടെ അവസ്ഥയിലേക്ക് കേരളം പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയതിൻ്റെ അതിൻ്റെ മുഖ്യ ഉത്തരവാദി എന്ന് പറയുന്നത് എബ്രഹാമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കെ എം എബ്രഹാമാണ്. കാരണം അദ്ദേഹം പിന്നെ പിണറായി മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, കിഫ്ബിയുടെ CEO ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പദവികളിൽ നിന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തെ നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് കെ എം എബ്രഹാം. ഇദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഡോക്ടർ ജേക്കബ് തോമസ് വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു സർക്കാരിൻ്റെ വിജിലൻസ് ഡയറക്ടർ അവിടുത്തെ ആ സർക്കാരിൻ്റെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഇത് മുംബൈയിൽ 3 കോടിയുടെ ഫ്ലാറ്റ്, കൊല്ലത്ത് 8 കോടിയുടെ രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതൊക്കെ എങ്ങനെ വരുന്നു അല്ലേ? ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തല്ലേ? അതും പിന്നെ മറ്റൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഭാര്യയുടെ അക്കൗണ്ടിലൂടെയാണ് വന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ചീഫ് സെക്രട്ടറിയും, ശരിക്കും ചീഫ് സെക്രട്ടറിക്ക് കീഴിലാണ് വിജിലൻസ് ഡയറക്ടറും വരുന്നത്. കാരണം അദ്ദേഹം ചീഫ് സെക്രട്ടറി ആണല്ലോ സ്റ്റാഫിന്റെ ചീഫ് എന്ന് പറയുന്നത്. അത്ര ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം അതോടൊപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം ഡോക്ടർ ജേക്കബ് തോമസിനെതിരെ ഒരു കേസ് അന്ന് എടുക്കുകയുണ്ടായി, അഴിമതി കേസ്. അദ്ദേഹം തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഏതൊരു ഉപകരണം വാങ്ങിച്ച സംബന്ധിച്ചുള്ള അഴിമതി കേസ്. അപ്പോൾ അന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലുണ്ടായി. കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിയും അതേപോലെ വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന അന്ന് അദ്ദേഹത്തിന് DIG IG റാങ്ക്, DIG അല്ല, അഡീഷണൽ DGP റാങ്കായിരുന്നു. ആ റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കേസ് വരുന്നു. ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ വിജിലൻസ് ഡയറക്ടർ ഇത് നടത്തുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ആരാണ് ശരി? രണ്ടുപേരും ശരിയാകാൻ വഴിയില്ല അല്ലേ? അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഗതികിട്ടാ പ്രേതം പോലെ ഡോക്ടർ ജേക്കബ് തോമസ് അലയുകയും പിന്നീട് അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല കോർപ്പറേഷന്റെ പേരെന്തായിരുന്നു. അവസാനം ഷൊർണൂർ ഒരു ചെറിയൊരു ഷെഡ് മാത്രമുള്ള നമ്മുടെ, അത് ഇപ്പം തന്നെ ആരും വന്ന് വാങ്ങിക്കുക പോലും ചെയ്യാറില്ല, ഇരുമ്പിന്റെ ഉപകരണങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇപ്പോഴത്തെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെയാണ് ആൾക്കാർ പോയി വാങ്ങിക്കുന്നത്. ഇവിടെ അതുപോലും ആൾക്കാർ വാങ്ങിക്കാത്ത ഒരു കോർപ്പറേഷനിൽ കൊണ്ടുപോയി ഇട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിനുള്ള ആനുകൂല്യങ്ങൾ ഇതുവരെ കിട്ടിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം കേരളത്തിൻ്റെ ഒരു അവസ്ഥയെ നമ്മൾ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം രണ്ടുപേരും എന്തായാലും ശരിയാവാൻ വഴിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ കിഫ്ബിയുടെ CEO ആയിട്ട് അദ്ദേഹം കൈപ്പറ്റുന്ന ഭീമമായ സാലറി, അദ്ദേഹം കൈപ്പറ്റുന്ന പെൻഷൻ, അപ്പോൾ അതിനകത്ത് യാതൊരു മിതത്വവും അദ്ദേഹം പാലിക്കുന്നില്ല. അതിൻ്റെ എത്ര ലക്ഷമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭീമമായ സാലറിയാണ് ഡോക്ടർ എബ്രഹാം കിഫ്ബിയുടെ CEO ആയിട്ട് വാങ്ങിക്കുന്ന സാലറി.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സെലക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ തന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയേക്കാൾ പ്രായോഗിക തലത്തിൽ മർമ്മപ്രധാനമായി ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ ചലിപ്പിക്കുന്ന ഒരു ദൗത്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലക്ഷൻ പാളുകയാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ അതും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അതോ പാളിയതാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പം പറയുന്നത് ഈ കോടതി ഉത്തരവിട്ടേക്കുന്നത് 8 കോടി രൂപയുടെ അഴിമതിയൊക്കെ, അത്രയും വലിയൊരു അഴിമതി ആരോപണം നടത്തുന്നത് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത്. അപ്പം ഈ പറയുന്നത് കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, അങ്ങനെ പൈസ റോൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, അല്ലെ മുഖ്യമന്ത്രി കുറേ ഉപജാപകരുടെ ഒരു വലയിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക. അതാണ് മനസ്സിലാക്കാത്തത്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ പറ്റിയ അപകടമാണത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് നമ്മൾ ധരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന, അഡീഷണൽ ധനകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുള്ള കേസ് വന്നിരിക്കുന്നത്. ഈ കേസിലേക്ക് വരുന്ന തുകകളൊക്കെ എപ്പോഴും പരിമിതമായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഒരു 10 റുപ്യയുടെ അഴിമതിയാണ് രേഖാമൂലം കണ്ടെത്തിയെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ലക്ഷമോ 10 ലക്ഷമോ കോടിയോ ഒക്കെ ആയിരിക്കും അഴിമതി നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ രേഖാമൂലം ഒരു അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഈ കണ്ടെത്തിയിരിക്കുന്ന രേഖാമൂലം കണ്ടെത്തിയിരിക്കുന്ന അസറ്റ് മാത്രമൊന്നുമല്ല അസറ്റ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഇതിപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം. സമൂഹത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വ്യക്തികൾ, സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും വലിയ ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തികൾ, അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ സാധാരണ പത്രങ്ങളിൽ കാണാറുണ്ട്, 1 ലിറ്റർ ചാരായം ആരുടെയെങ്കിലും നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പടവും എടുത്തു വെച്ച് പോലീസുകാർ അപ്പുറം ഇപ്പുറം നിന്ന് ഫോട്ടോ എടുക്കുന്നു, അല്ലേ? ഇപ്പൊ കഞ്ചാവ് പിടിച്ചുകൊണ്ട് വരുന്ന സാധനം. അപ്പൊ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കഴിഞ്ഞ 10 വർഷം ഇപ്പൊ ഈ 2ാം സർക്കാരിന്റെ അവസാനത്തെ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനേക്കാൾ ഇപ്പൊ ഈ ഇത്രയും ലഹരിക്കെതിരെ വേട്ട നടത്തിയിട്ട് വേട്ട നടത്തുന്നതിൻ്റെ ഇടയിലും ഓരോ ദിവസവും ഈ രാസലഹരിയും കഞ്ചാവും ഒക്കെ പിടിക്കുന്നതിൻ്റെ വാർത്തകൾ കൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും നിറയുകയാണ്. അപ്പം യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്ന സമയത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തോളം അല്ലെ 9 വർഷം കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ലഹരി വസ്തുക്കളുടെയും രാസലഹരിയുടെയും ഒക്കെ അളവൊന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അറിവില്ലാതെ നടക്കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ഒറ്റപ്പെട്ട് മാത്രം കണ്ടിട്ടും കാര്യമില്ല. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഈ ലഹരി വേട്ട ഇത്രയും ശക്തമാവുന്നു? ഈ ശക്തമായിട്ട് പോലും ഓരോ ദിവസവും നമ്മുടെ ഇതിലൂടെ ഒഴുകുന്നതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അപ്പം ഇത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ഒരു അവസ്ഥയെ കാണിക്കുകയാണ് ഈ ഡോക്ടർ എബ്രഹാമിൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇതൊക്കെ ഇപ്പം ഒരു ആക്ഷേപരഹിതവുമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയാൽ മതി, ഏത് അന്വേഷണത്തെ നേരിടാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന 2 പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് കേസ് വളരെ നീണ്ടുപോകും. അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളിലൂടെയോ സാങ്കേതികത്വത്തിലൂടെയും കേസ് ഇങ്ങനെ പോകും, ജനങ്ങൾ മറക്കുന്നൊരവസ്ഥ വരുന്നു. ശരിക്കും ഭരണകൂടത്തെ ചലിപ്പിക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള അഴിമതിയിലേക്ക് പെടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ സർക്കാരെ വിശ്വസിക്കാൻ പറ്റുക? ഇപ്പം നമുക്കറിയാം, ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് അത്രയൊക്കെ അഴിമതി ആരോപണം ഉണ്ടായിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അതേ സർക്കാർ, അതേ മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇവിടെയും ജനങ്ങളല്ലേ ശരിക്കും പറ്റിക്കപ്പെടുന്നത്? ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണോ, ജനങ്ങൾ അബോധവാന്മാരായുള്ള ഒരു അവസ്ഥയിലേക്ക് വീണതിൻ്റെ ഫലമാണോ എന്നറിയില്ല. കാരണം ആ ഒരു പ്രയോഗം പോലും ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാമാന്യ ബുദ്ധി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും ഈ കേരളത്തിൻ്റെ സാമാന്യ ബുദ്ധി പൊതുവിൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ വ്യക്തമായ തെളിവുകളുടെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്, അതെ അല്ലേ? എന്നിട്ടും ഇത് യാതൊരു വ്യത്യാസവുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നു. ഇത് സർക്കാരിനെ ബാധിക്കുന്നില്ല. കാരണം സാങ്കേതികമായി ശരിയാണ്, അന്വേഷണം നടത്തി ഇനി കുറ്റക്കാരനാണെന്നും കുറ്റപത്രം സമർപ്പിക്കുന്നതും വരെ അദ്ദേഹം വെറും ആരോപിതൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെടുന്നതും വരെ. അപ്പോൾ ഇത്തരത്തിലെ സാങ്കേതികത്വത്തിൻ്റെ മറവിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാവിധമായിട്ടുള്ള ഉന്നതരുടെ ഈ അഴിമതികളും കൊള്ളകളും കൊള്ളിവയ്പ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം.
അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം ഇങ്ങനെ അമർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ അല്ലേ? കാരണം ഒരു ശക്തമായ ഒരു നടപടി വരും. അല്ലെങ്കിൽ വളരെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ്, ഈ പറഞ്ഞ അഴിമതിയോട് പൊറുക്കുന്ന ഗവൺമെൻറ് അല്ല, മുഖ്യമന്ത്രിയല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല, ചീഫ് സെക്രട്ടറി അല്ല എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ജീവനക്കാരിലേക്ക് അത് മാറുകയുള്ളൂ, അത് പകർന്നു വരികയുള്ളൂ സാധനം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൊത്തത്തിലെ സിസ്റ്റത്തിൻ്റെ ഒരു കൃത്യമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഉന്നതമായ പദവികളിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിർണായകമായ തലങ്ങളിലിരുന്ന് നമ്മളെ നിയന്ത്രിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതായത് ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ അഴിമതി ആരോപണത്തിലാണ് ഇപ്പോൾ ഇത് കേസ് വന്നിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ കോടതി ഉള്ളത് കൊണ്ട് ഇതൊക്കെ അറിയുന്നു, CBI അന്വേഷണത്തിന് കോടതി തന്നെ ഉത്തരവിടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ ആകെയുള്ളൊരു പ്രതീക്ഷ കോടതി മാത്രമാണ്. അത് കാരണം കോടതിയും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ കോടതി സമൂഹത്തിനോട് ഒത്തുനിന്നുകൊണ്ട്, ചില സമയത്ത് കുറച്ച് കോടതി എന്താ പറയുക, കുറച്ച് വികാര തീവ്രത കാണിക്കുന്നെങ്കിൽ പോലും സമൂഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ കേരള ഹൈക്കോടതി, അതിന് ജുഡീഷ്യൽ ആക്ടിവിസം ഒന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ അതുപോലൊരു ആ ഒരു നീതിയെങ്കിലും അതിലൂടെയെങ്കിലുമാണ് വാസ്തവത്തിൽ അവശേഷിക്കുന്ന ഈ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു വലിയ പ്രതീക്ഷയും. കാത്തിരിക്കാൻ എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.